ശ്രീകൃഷ്ണാർപ്പണമസ്തു. എല്ലാവർക്കും നമസ്കാരം. കല്യാണമൂർത്തിയാം കാർമുകിൽ വർണ്ണന്റെ സന്താപനാശനം സച്ചരിത്രം ചിന്തിച്ചു ചിന്തിച്ചു സദ്ഗതി നേടുവാൻ എന്തേ മടിക്കുന്നു മാലോകരെ, നിങ്ങളെന്തേ മടിക്കുന്നു മാലോകരെ. കുട്ടികളൊപ്പം മനസ്സിനു നിസ്സംഗ ബുദ്ധിയും വന്നുവെങ്കിൽ തട്ടിക്കളയാമീ സംസാരഭാരത്തെ പെട്ടെന്നു നിങ്ങളറിഞ്ഞിടണം, പെട്ടെന്നു നിങ്ങളറിഞ്ഞിടണം. ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണല്ലേ. ലോകത്തിന്റെ ഏത് കോണുകളിലാണ് നാം ജീവിക്കുന്നത് എങ്കിലും മനസ്സുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് എത്താം. ഗുരുവായൂർ ക്ഷേത്രോത്പത്തിയെ കുറിച്ച് എല്ലാവർക്കും അറിയുന്ന കഥ തന്നെയാണ്. എങ്കിലും ഈ ദിവസം ഒന്നുകൂടെ അത് സ്മരിക്കാൻ കഴിയുമെങ്കിൽ അത് കേൾക്കാൻ നിങ്ങൾക്കും കഴിയണമെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഭൂമിയിൽ ഒരു പ്രജാപതി ഉണ്ടായിരുന്നു. സുതപസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിനൊരു പത്നിയുണ്ട്, പൃശ്നി എന്നാണ് അവരുടെ പേര്. രണ്ടുപേരും വളരെ സന്തോഷത്തോടെയാണ് ജീവിച്ചത്. ഭൂമിയിൽ എല്ലാം കൊണ്ടും സമൃദ്ധി നിറഞ്ഞുള്ള ഒരു ഭരണമായിരുന്നു അവരുടേത്. പക്ഷേ സന്താനമുണ്ടായിരുന്നില്ല എന്നുള്ള വിഷമം രണ്ടുപേരെയും അലട്ടിയിരുന്നു. അവർ അങ്ങനെ തപസ്സു ചെയ്യാൻ തുടങ്ങുകയാണ്. പേര് തന്നെ സുതപസ് എന്നാണല്ലേ. അപ്പൊ ആ പേരിന് അന്വർത്ഥമാകും വിധം തന്നെയായിരുന്നു അവരുടെ തപസ്സും എന്ന് പറയുന്നത്. അങ്ങനെ ബ്രഹ്മദേവനെ പ്രീതിപ്പെടുത്തി. അപ്പൊ ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിക്കുകയാണ്, എന്ത് വരമാണ് അങ്ങേക്ക് വേണ്ടത് എന്ന്. അപ്പോൾ ഞങ്ങൾ സന്താന ദുഃഖം അനുഭവിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ബ്രഹ്മദേവൻ ചെയ്യുന്നത്? ഒരു വിഷ്ണു വിഗ്രഹത്തെ അവർക്ക് സമ്മാനിക്കുകയാണ് ചെയ്തത്. ഈ വിഗ്രഹത്തിൽ നിങ്ങൾ പൂജ ചെയ്യുകയാണെങ്കിൽ, അത് പാതാള അഞ്ജനം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമായിരുന്നു അത്. അപ്പൊ ഈ വിഗ്രഹത്തെ നിങ്ങൾ പൂജ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അങ്ങനെ അവർ ആ എല്ലാ പൂജാവിധികളോടും കൂടെ ആ വിഗ്രഹത്തെ ആരാധിക്കാൻ തുടങ്ങി. അങ്ങനെ കഠിന പൂജ തപസ്സിന് ശേഷം കഠിന പൂജാവിധികളെല്ലാം മുടങ്ങാതെ ചെയ്തപ്പോൾ ആര് തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്? മഹാവിഷ്ണു തന്നെ പ്രത്യക്ഷപ്പെടുകയാണ് അവർക്ക് മുന്നിൽ. ചോദിക്കുകയാണ്, മഹാവിഷ്ണു ചോദിക്കുകയാണ്, എന്ത് വരമാണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന്. അവർ പറയുകയാണ്, അങ്ങയെ പോലെ ഞങ്ങൾക്ക് സന്താനമുണ്ടാവണം എന്ന് രണ്ടുപേരും ഒരുമിച്ച് 3 തവണ പറയുകയുണ്ടായി. അപ്പൊ മഹാവിഷ്ണു പറയാണ്, നിങ്ങൾ 3 തവണ പറഞ്ഞൂല്ലേ, അതുകൊണ്ട് തന്നെ 3 ജന്മങ്ങളിലായിട്ട് നിങ്ങളുടെ മകനായിട്ട് ഞാൻ ജനിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മറിഞ്ഞു പോവുകയാണ്. അങ്ങനെ അധികം താമസിയാതെ തന്നെ പൃശ്നി ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ ഓമനത്വം തുളുമ്പുന്ന ഒരു കുഞ്ഞിനവർ ജന്മം നൽകി. പൃശ്നിയുടെ ഗർഭത്തിൽ നിന്ന് ഉണ്ടായവൻ എന്നർത്ഥത്തിൽ പൃശ്നി ഗർഭൻ എന്ന് ആ കുഞ്ഞിന് നാമകരണവും ചെയ്തു. മഹാവിഷ്ണുവിന്റെ ഒരു അവതാരം തന്നെയാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ഭരണം എന്ന് പറയുന്നത് ഭൂമിയിൽ വളരെ സന്തോഷം സമാധാനവും നിറഞ്ഞ ഒരു കുറേ ദിവസങ്ങളായിരുന്നു അവരുടെ ഭരണകാലം എന്ന് പറയുന്നത്. അങ്ങനെ അടുത്ത ജന്മം എന്ന് പറയുന്നത് കശ്യപ പ്രജാപതിയായിട്ടും കശ്യപ മുനിയായിട്ടും അതിഥിയുമായിട്ട് ഇവർ ജനിക്കുകയുണ്ടായി. അങ്ങനെ ഇവർക്ക് വാമനൻ, മഹാവിഷ്ണുവിന്റെ ഒരു അവതാരമൂർത്തിയായ വാമന ഭഗവാൻ മകനായി ലഭിച്ചു എന്നുള്ളതാണ്. അപ്പോഴും അവർ എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഗ്രഹത്തെ പൂജ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ആ ജന്മം സാഫല്യമായപ്പോൾ അവർക്കടുത്ത ജന്മം ഉണ്ടാവുകയാണ്. അതാരാണ്? വാസുദേവനും ദേവകിയുമായി അവർ ജനിക്കുകയാണ്. അവർക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ, വാസുദേവ കൃഷ്ണൻ തന്നെ മകനായി ജനിക്കുകയും ചെയ്തു. അപ്പോഴും അവർ ആ വിഗ്രഹത്തെ പൂജ ചെയ്തുകൊണ്ടിരുന്നു. ദ്വാരകയിലേക്ക് അവർ മാറുമ്പോഴും, മധുരയിൽ നിന്ന് ദ്വാരകയിലേക്ക് എത്തിയപ്പോഴും ആ സമുദ്രത്തിനടിയിൽ ഒരു കൊട്ടാരം പണി കഴിപ്പിക്കുകയും അവിടെ ദേവകിയും വസുദേവനും വരികയും ആ വിഗ്രഹത്തെ വെച്ച് ആരാധിക്കുകയും
ചെയ്തിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ യദുവംശം അവസാനം മഹാഭാരത യുദ്ധമെല്ലാം കഴിയുമ്പോൾ യദുവംശം തമ്മിൽ പ്രശ്നങ്ങളായി. യദുവംശം തന്നെ നശിക്കുമെന്ന് ഭഗവാന് അറിയാമായിരുന്നു. അപ്പൊ സ്വർഗാരോഹണത്തിന് അല്പം മുമ്പ് ഭഗവാൻ ഉദ്ധവനോട് പറയുകയാണ്, ഭക്തനായ ഉദ്ധവനുണ്ട് കൂടെ എപ്പോഴും ഭഗവാന്റെ. ഉദ്ധവനോട് പറയുകയാണ്, ഇനി വരാൻ പോകുന്നത് ദ്വാപര യുഗം അവസാനിക്കാൻ പോവുകയാണ്, ഇതോടുകൂടെ പ്രളയം ഉണ്ടാകും, അതുകൊണ്ട് തന്നെ ഇനി കലിയുഗമാണ് വരാൻ പോകുന്നത്. അപ്പൊ കലിയുഗത്തിന്റെ എല്ലാ ദോഷങ്ങളും അകറ്റുവാനായിട്ട് ആ വിഗ്രഹം വളരെ ഭദ്രമായ ഒരു സ്ഥലത്ത് സ്ഥാപിക്കണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുകയാണ്. അതിനായിട്ട് ബൃഹസ്പതിയെ ആ വിഗ്രഹം ഏൽപ്പിക്കണമെന്നും ഉദ്ധവനോട് പറയുകയാണ്. അങ്ങനെ ഉദ്ധവൻ ശ്രീകൃഷ്ണന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ആരെ കാണാൻ പോവുകയാണ്? ബൃഹസ്പതിയെ കാണുവാൻ പോവുകയാണ്. അപ്പൊ ബൃഹസ്പതിയെ കാണാൻ പോകുമ്പോൾ വായു ഭഗവാനും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഉദ്ധവൻ അവരോട് പറയുകയാണ്. അങ്ങനെ ബൃഹസ്പതിയും വായുദേവനും കൂടെ ദ്വാരകയിലെത്തുകയാണ്. ദ്വാരകയിലെത്തുമ്പോൾ പ്രളയമായി ആ കൊട്ടാരമെല്ലാം മൂടിക്കിടക്കുകയാണ്. വെള്ളത്തിന്റെ ഇടയിലൂടെ ഈ വിഗ്രഹം സഞ്ചരിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു. അങ്ങനെ വരുണ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ആ വിഗ്രഹം ബൃഹസ്പതി സ്വന്തമാക്കുകയാണ് ചെയ്തത്. ബൃഹസ്പതിയും വായു ഭഗവാനും കൂടെ ഭൂമി ദേവിയെ കാണാൻ പോവുകയാണ്. എവിടെയാണ്, ഇതുപോലെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണ് ഈ വിഗ്രഹത്തിന്റെ പ്രതിഷ്ഠ നടത്തേണ്ടത് എന്ന് പറഞ്ഞു തന്നാലും, ദേവി തന്നെ പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി ദേവിയെ സമീപിക്കുകയാണ്. അപ്പൊ ഭൂമി ദേവി പറയുകയാണ്, പരശുരാമന്റെ മഴു കൊണ്ട് ഉണ്ടായ ഒരു സ്ഥലമുണ്ട്, അവിടെ എന്തുകൊണ്ടും മഹത്തരമാണ് ഈ വിഗ്രഹ പ്രതിഷ്ഠയ്ക്ക്, നിങ്ങൾ അവിടേക്ക് പോവൂ എന്ന് പറയാണ്. ഒരു കുളത്തിന് അരികെ ഇത് സ്ഥാപിക്കണമെന്നും ആ ദിശകളെല്ലാം വളരെ വ്യക്തമായിട്ട് ഭൂമി ദേവി പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ കേരളം എന്ന സ്ഥലത്ത് ഭൂപ്രദേശത്തേക്ക് വരികയും അവിടെ രുദ്ര തീർത്ഥം എന്നുള്ള ഒരു കുളം ഉണ്ട്. അവിടെ മഹാദേവനും പാർവതി ദേവിയും ഉണ്ടായിരുന്നു. മഹാദേവൻ ബൃഹസ്പതിയെ കണ്ടപ്പോൾ പറയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്, ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഇവിടെ തന്നെയാണ് അനുയോജ്യമായിട്ട് ഇത് പ്രതിഷ്ഠിക്കേണ്ടത്, ഈ വിഗ്രഹം പ്രതിഷ്ഠിക്കേണ്ടത്. രുദ്രഗീതം പറഞ്ഞുകൊണ്ട് അനേകം പ്രജേതസ്സുകൾ ഈ കുളത്തിൽ തപസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടും മഹത്വരമായിട്ടുള്ള ഒരു പുണ്യഭൂമി തന്നെയാണ് ഇത്. ഞങ്ങൾ, അതായത് ശിവനും പാർവതിയും മമ്മിയൂരിലേക്ക് പോവുകയാണ്, ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്ന് മഹാദേവൻ അരുളി ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ആ വിഗ്രഹം എല്ലാ വിധികളോടും കൂടെ അവിടെ സ്ഥാപിക്കുകയാണ്. ഇതാണ് നാം ഇന്ന് കാണുന്ന ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ നാം ചിന്തിക്കുമ്പോൾ എത്ര ജന്മങ്ങളായിട്ട്, എത്ര യുഗങ്ങളായി മാറി മാറി വന്ന് പൂജിച്ച ഒരു വിശിഷ്ട വിഗ്രഹമാണല്ലേ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്ര തിക്കും തിരക്കുമാണെങ്കിലും 5 മണിക്കൂർ 6 മണിക്കൂർ ക്യൂ നിൽക്കുകയാണെങ്കിലും അതിനുള്ളിലേക്ക് നാരായണ എന്ന് പറഞ്ഞുകൊണ്ട് അതിനുള്ളിലേക്ക്, ആ ശ്രീകോവിലിനുള്ളിലേക്ക് നാം ഒന്ന് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ദാഹവും ക്ഷീണവും എല്ലാം മറന്നുകൊണ്ട് ആ ഭഗവാനെ ഒരു നോക്ക് കാണുമ്പോൾ നമ്മുടെ എല്ലാ ക്ഷീണങ്ങളും മാറിക്കൊണ്ട് ഒന്നും തന്നെ നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കൂടെ ഉണ്ടാവുകയില്ല. അതിൽ നാം മതിമറന്നു പോവുകയാണ്. ഒരു നിമിഷം കൂടെ കാണാൻ സമ്മതിച്ചില്ലല്ലോ എന്നുള്ള പരാതിയും പരിഭവങ്ങളും ഉണ്ടാവുമായിരിക്കാം. പക്ഷെ അത്രയും മതി. ആ ദർശനം എന്ന് പറയുന്നത് അത്രയ്ക്കും സുഹൃതം ചെയ്തവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു ദർശനമായിട്ട് തോന്നാറുണ്ട് പലപ്പോഴും. അങ്ങനെ അദ്ദേഹം ശ്രീ ശങ്കരാചാര്യരാണ് ആ പൂജാവിധികളൊക്കെ, ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിർമാല്യം മുതൽ തൃപ്പുക വരെ അദ്ദേഹം ചിട്ടപ്പെടുത്തിയ രീതിയിലാണ് ഇന്നും ഗുരുവായൂർ അമ്പലത്തിൽ പൂജകൾ നടത്തി വരുന്നത് എന്നുള്ളതാണ്. ജനമേജയൻ പരീക്ഷിത്തിന്റെ മകനായ അർജുനന്റെ മകന്റെ മകൻ അഭിമന്യുവിന്റെ മകനായ പരീക്ഷിത്തിന്റെ കഥ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പരീക്ഷിത്ത് തക്ഷകൻ എന്ന സർപ്പം ദംശിച്ചിട്ടാണ് മരണം സംഭവിച്ചത് പരീക്ഷിത്തിന്. അതുകൊണ്ട് തന്നെ പരീക്ഷിത്തിന്റെ മകൻ ജനമേജയന് വളരെ ദുഃഖം ഉണ്ടാവുകയാണ്. അച്ഛന്റെ മരണത്തിന് കാരണം സർപ്പങ്ങളാണെന്ന് കരുതി ഒരു യാഗം സൃഷ്ടിക്കുകയും ആ യാഗത്തില് ധാരാളം പാമ്പുകളെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു. പിന്നെ ഒരു മുനി വന്ന് പറയുകയാണ്, നീ ചെയ്യുന്നത് പാപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നിർത്തുകയാണ്. അപ്പോഴേക്ക് എന്ത് സംഭവിക്കുകയാണ്? കുഷ്ഠരോഗം വന്ന് അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെടുകയുണ്ടായി.
അതിൽ നിന്നും മോചനം ലഭിക്കാനായിട്ട് ഗുരുവായൂർ അമ്പല ദർശനം, അവിടെ കുളിച്ച് തൊഴണമെന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അതുപോലെ ചെയ്യുകയുണ്ടായി. അങ്ങനെ 3-4 മാസം രാവിലെ നിർമാല്യം മുതൽ തൃപ്പുക വരെ അവിടെ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോൾ 3-4 മാസം കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കുഷ്ഠരോഗമെല്ലാം മാറി എന്നുമുള്ളതാണ്. അതുകൊണ്ട് ഏത് രോഗങ്ങൾക്കും രോഗശാന്തിക്കായിട്ട് ഗുരുവായൂരപ്പനെ നാം ഭജിക്കുകയാണെങ്കിൽ ഉണ്ടാവും എന്നുള്ള ധാരാളം കഥകൾ നാം കേട്ടിട്ടുണ്ട്. അനേകം ഭക്ത കവികൾ, പൂന്താനം പോലെയുള്ള പൂന്താനം, ബില്വമംഗലം, നാരായണ ഭട്ടതിരിപ്പാട്, കുറൂരമ്മ, ആഞ്ഞ നമ്പൂതിരി, മഞ്ജുള, മാനവേദ രാജാവ്, ഇങ്ങനെ ധാരാളം മഹത് വ്യക്തികൾക്ക് അവരുടെ ജീവിതം സുഹൃതമായി മാറ്റാൻ കഴിഞ്ഞത് ഗുരുവായൂരപ്പന്റെ പുണ്യം കൊണ്ട് മാത്രമാണ്. ആ കാരുണ്യം ഭഗവാൻ അവരിൽ ചൊരിഞ്ഞത് കൊണ്ടാണ്. അത്തരം മഹത് വ്യക്തികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്കും ഏതെങ്കിലും ഒരു ജന്മത്തിലെങ്കിലും അത്തരം സായുജ്യം നേടുവാനുള്ള അനുഗ്രഹം ഭഗവാന്റെ ഉണ്ടാവട്ടെ എന്ന് ഇന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം നാം ആത്മീയ കാര്യങ്ങളിലൂടെ നമുക്ക് ഗുരുവായൂരപ്പനെ മനസ്സിലാക്കാം, അല്ലെ? ഇനി ഭൗതിക കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നാം ഉപവാസം അനുഷ്ഠിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ പറയുന്നത്, എനിക്ക് തോന്നുന്നത് ഉപവാസം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ്. നാം വീട്ടില് ഒരു ഉപകരണം വാങ്ങുകയാണ്, വെറ്റ് ഗ്രൈൻഡർ പോലെയുള്ള എന്തെങ്കിലും ഒരു ഉപകരണം വാങ്ങുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ അതില് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും. 2 ലിറ്ററിന്റെ ആണെങ്കിൽ അതിൽ ഇത്ര അരി അരയ്ക്കാൻ പാടുള്ളൂ എന്നൊക്കെ കണ്ടീഷൻസ് കുറെ ഉണ്ടാവും, അല്ലെ? അപ്പൊ അതിനനുസരിച്ചാണ് നാം ചെയ്യുന്നത് എങ്കിൽ എന്ത് സംഭവിക്കുകയാണ്? കൂടുതൽ കാലം നമുക്കത് ഉപയോഗിക്കാൻ കഴിയുന്നു ആ ഉപകരണം എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ്, ഇത്തരം ഉപകരണങ്ങൾ പോലെ തന്നെയല്ലേ നമ്മുടെ മനുഷ്യ ശരീരവും. അപ്പോൾ ഇത്തരം ഉപവാസങ്ങളിലൂടെ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? ഇത്തരം ഉപവാസങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? നമ്മുടെ ശരീരത്തിലെ ആ യന്ത്രങ്ങൾക്ക് കേടു വരാതെ സൂക്ഷിക്കാനായിട്ട് ഇത്തരം ഉപവാസങ്ങൾ സഹായിക്കുന്നു. കാരണം എന്താണ് ചെയ്യുന്നത്? നാം സാധാരണ ഭക്ഷണങ്ങൾ 3-4 നേരമെല്ലാം ഭക്ഷണം കഴിക്കാറുണ്ടല്ലേ? അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, അത്തരം ഭക്ഷണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വളരെ ലളിതമായി പാല്, പഴം തുടങ്ങിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ഡൈജസ്റ്റ് ആവുന്ന ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പൂർണ്ണ വിശ്രമം ഇതിലൂടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നാമജപത്തിലൂടെ മനസ്സിനെയും ഇത്തരം ഭക്ഷണക്രമത്തിലൂടെ ശരീരത്തെയും നാം ഒരുക്കുമ്പോൾ ആരോഗ്യപൂർണമായിട്ടുള്ള ഒരു ശരീരവും മനസ്സും നമുക്ക് ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഗുരുവായൂർ ഏകാദശി ആശംസകൾ പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം.